സത്യവിശ്വാസികളെ, ഒരു മനുഷ്യനും നിഷേധിക്കാൻ സാധിക്കാത്ത യാഥാർത്ഥ്യമാണ് മരണമെന്നുള്ളത്. മരണമെന്നത് ദുനിയാവിൽ ഒരു വ്യക്തിയുടെ സ്വപ്നങ്ങളുടെയും ആഗ്രഹങ്ങളുടെയും പ്രതീക്ഷകളുടെയും അവസാനമാണ്. അതുപോലെ തന്നെ ഒരു മനുഷ്യന്റെ ദുഃഖത്തിന്റെയും അതുപോലെ തന്നെ ദുരിതങ്ങളുടെയും അവസാനമാണ്. എന്നാൽ സഹോദരങ്ങളെ, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മരണമെന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ധാരണയും കൃത്യമായ അധ്യാപനങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഒരിക്കലും മരണമെന്നുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ എന്നേക്കുമുള്ള അവസാനമാകുന്ന ഒരു കാര്യമല്ല. നമ്മുടെ ജീവിതത്തിന്റെ ദുനിയാവിന്റെ അവസാനമാണ്. പക്ഷെ നമ്മുടെ ജീവിതം തുടർന്നുകൊണ്ടേയിരിക്കും. അതിന്റെ ഒരു കഥകാണ്, പരലോകത്തിന്റെ കഥകാണ് മരണമെന്നുള്ളത്. ഒരു കവി പറഞ്ഞതുപോലെ അൽ മൗതു ബാബുൻ, മരണമെന്നുള്ളത് ഒരു കവാടമാണ്. കുല്ലു നാസി ദാഖിലുഹു, എല്ലാവരും എല്ലാ മനുഷ്യരും അതിലൂടെ പ്രവേശിക്കേണ്ടതാണ്. സഹോദരങ്ങളെ, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻസാരിയായ സഹാബിയുടെ ജനാസ കഴിഞ്ഞ് ആ ഖബറിനടുക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളും ഇരിക്കുകയുണ്ടായി. നിശബ്ദരായിക്കൊണ്ട് അവർ മരണത്തെക്കുറിച്ച് ആലോചിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കയ്യിലുള്ള വടി ഭൂമിയിൽ ഇങ്ങനെ വെച്ചുകൊണ്ട് കുറെ നേരം ആലോചിച്ചിരുന്നു. അതിനുശേഷം തല ഉയർത്തിക്കൊണ്ട് സ്വഹാബികളോട് 3 തവണ പറഞ്ഞു, ഖബർ ശിക്ഷയിൽ നിന്ന് നിങ്ങൾ അള്ളാഹുവിനോട് രക്ഷ തേടണം, ഖബർ ശിക്ഷയെ തൊട്ട് അള്ളാഹുവിന് രക്ഷ തേടണമെന്ന് 3 തവണ പറഞ്ഞു. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണം ഇങ്ങനെയാണ് സംഭവിക്കുന്നതെന്നും അതിനുശേഷമുള്ള കാര്യങ്ങൾ 2 രീതിയിൽ സ്വഹാബികൾക്ക് പറഞ്ഞു കൊടുത്തു. ഒന്ന് മുഅ്മിനായ വ്യക്തിയുടെ മരണവും 2 കാഫിറായ വ്യക്തിയുടെ മരണവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഇന്നൽ അബ്ദൽ മുഅ്മിൻ ഇദാ കാന ഫി ഇൻഖിതാഇ മിന ദുനിയ വഇഖ്ബാലി മിനൽ ആഖിറ, ഒരു മുഅ്മിൻ അവൻ മരണപ്പെടുന്ന സമയത്ത് അവന്റെ ദുനിയാവ് അവസാനിച്ചുകൊണ്ട് പരലോകത്തേക്ക് അവൻ മുന്നിട്ട് പോകുന്ന ആ മരണത്തിന്റെ വേളയിൽ നസല ഇലൈഹി മിനസ് സമാഇ മലായിക, ആകാശത്ത് നിന്ന് മലക്കുകൾ ഇറങ്ങി വരും. അവരുടെ വിശേഷണം എന്താണെന്നോ, ബീദുൽ വുജൂഹ് കഅന്ന വുജൂഹഹും അശ്ശംസ്, അവരുടെ മുഖം സൂര്യനെ പോലെ പ്രകാശിക്കുന്ന തരത്തിലുള്ള മുഖത്തോടുകൂടി ചില മലക്കുകൾ ഇറങ്ങി വരും. മഅഹും കഫനും മിൻ അക്ഫാനിൽ ജന്ന വഹനൂതും മിൻ ഹനൂതിൽ ജന്ന, അവരോടൊപ്പം സ്വർഗ്ഗത്തിന്റെ കഫൻ തുണിയിൽ നിന്നൊരു തുണിയും അതുപോലെ തന്നെ സ്വർഗ്ഗത്തിൽ നിന്നുള്ള സുഗന്ധദ്രവ്യങ്ങളുടെ പൊതിയും അവരോടൊപ്പം ഉണ്ടാകും. ഹത്താ യജ്ലിസൂ മിൻഹു മദ്ദൽ ബസർ, അങ്ങനെ ആ മരണപ്പെടുന്ന മുഅ്മിനായ വ്യക്തിയുടെ കണ്ണെത്തുന്ന ദൂരത്ത് അവരവിടെ ഇരിക്കും. ثم يجيء ملك الموت, പിന്നീട് മലക്കുൽ മൗത്ത് വരും. ഹത്താ യജ്ലിസ ഇൻദ റഅസിഹി, അങ്ങനെ മുഅ്മിനായ വ്യക്തിയുടെ തലഭാഗത്തായിക്കൊണ്ട് മലക്കുൽ മൗത്ത് ഇരിക്കും. ഓരോരുത്തരുടെ മുഅ്മിനായ വ്യക്തിയുടെ മരണത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരികയാണ്. ആ കണ്ണെത്തും ദൂരത്ത് സ്വർഗ്ഗത്തിലുള്ള മലക്കുകൾ അവിടെയുണ്ട്, സ്വർഗ്ഗത്തിൽ നിന്നുള്ള മലക്കുകളുണ്ട്, മലക്കുൽ മൗത്തിന്റെ തലഭാഗത്തുണ്ട്. എന്നിട്ട് മലക്കുൽ മൗത്ത് പറയും, അയ്യത്തുഹൻ നഫ്സു ത്വയ്യിബ ഉഖ്റുജി ഇലാ മഗ്ഫിറത്തിൻ മിനല്ലാഹി വറിദ്വാൻ, ത്വയ്യിബായ ആത്മാവേ, നഫ്സേ, നീ പുറത്തേക്ക് വരൂ, അള്ളാഹുവിന്റെ മഗ്ഫിറത്തിലേക്കും അള്ളാഹുവിൽ നിന്നുള്ള തൃപ്തിയിലേക്കും നീ പുറത്തു വരൂ എന്ന് ആ ആത്മാവിനോട് മലക്കുൽ മൗത്ത് പറയും. അങ്ങനെ ആ റൂഹിനെ പിടിച്ചിട്ട് കണ്ണിമ വെട്ടുന്ന നേരം പോലും തന്റെ കയ്യിൽ വെക്കാതെ ആ സ്വർഗ്ഗത്തിൽ നിന്നുള്ള കഫൻ തുണിയുമായി വന്നിട്ടുള്ള മലക്കുകളുടെ കയ്യിലേക്ക് ആ റൂഹിനെ ഏൽപ്പിക്കും. മലക്കുകൾ ആ സ്വർഗീയ കഫൻ തുണിയിൽ ആ റൂഹിനെ പൊതിയും, ഏറ്റവും നല്ല സുഗന്ധദ്രവ്യങ്ങൾ അതിനെ പൂശും. അങ്ങനെ അതുമായിട്ട് അവർ ആകാശ ലോകത്തേക്ക് ഉയർന്നു പോകും. ഓരോ തവണയും ഉയർന്നു പോകുമ്പോൾ മലക്കുകൾ ഇവരെ കാണുമ്പോൾ ചോദിക്കും, മാ ഹാദ റൗഹു ത്വയ്യിബ്, എന്താണ് ഈ സുഗന്ധമായിട്ടുള്ള നല്ലൊരു കാറ്റ്, നല്ലൊരു ഗന്ധം, ഇതെന്താണെന്ന് ചോദിക്കും. അപ്പോൾ ഈ മലക്കുകൾ പറയും, ഫുലാൻ ഇബ്നു ഫുലാൻ, ഇന്നാലിന്ന വ്യക്തിയാണ്. ആ വ്യക്തിയെ ദുനിയാവിൽ വിളിച്ചിരുന്ന ഏറ്റവും നല്ല പേരുകൊണ്ട് ആ വ്യക്തിയെ പരിചയപ്പെടുത്തും. അങ്ങനെ 1-ാം ആകാശത്തിന്റെ അടുക്കലെത്തും. അത് തുറക്കാൻ പറയുമ്പോൾ അതിന്റെ കവാടങ്ങൾ തുറക്കും. അങ്ങനെ 7 ആകാശത്തിലെത്തുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറയും, ഉക്തുബു കിതാബ അബ്ദി ഫീ ഇല്ലീൻ, എന്റെ ഈ അടിമയുടെ രേഖകൾ ഇല്ലീനിൽ രേഖപ്പെടുത്താൻ പറയും. ഇല്ലീൻ എന്ന് പറഞ്ഞാൽ സദ്വൃത്തരായിട്ടുള്ള അടിമകൾ രേഖപ്പെടുത്തുന്ന ഗ്രന്ഥമാണ്, അതിൽ രേഖപ്പെടുത്താൻ പറയും. വഈദൂഹു ഇലൽ അർദ്, അങ്ങനെ ഭൂമിയിലേക്ക് അവന്റെ ശരീരത്തിലേക്ക് റൂഹിനെ തിരിച്ചയക്കാൻ വേണ്ടി പറയും. എന്നിട്ട് പറഞ്ഞു, ഫഇന്നി മിൻഹാ ഖലഖ്തുഹും, ഞാൻ ആ മണ്ണിൽ നിന്നാണ് അവരെ സൃഷ്ടിച്ചിട്ടുള്ളത്, ഭൂമിയിൽ നിന്നാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. വഫീഹാ ഉഈദുഹും, അതിലേക്ക് തന്നെ നാം ഇതാ മടക്കുന്നതാണ്. വമിൻഹാ ഉഖ്രിജുഹും താറത്തൻ ഉഖ്റാ, പിന്നീട് വീണ്ടും അവർ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതാണെന്ന് പറയും. അങ്ങനെ ആ റൂഹ് വീണ്ടും മുഅ്മിനായ വ്യക്തിയുടെ ശരീരത്തിലേക്ക്, ഖബറിലുള്ള ശരീരത്തിലേക്ക് എത്തും. അങ്ങനെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, 2 മലക്കുകൾ അവന്റെ ഖബറിലേക്ക് എത്തും, അവനെ ഇരുത്തും. എന്നിട്ട് ആ മലക്കുകൾ ആ വ്യക്തിയോട്, മുഅ്മിനായ അടിമയോട്, മരണപ്പെട്ട വ്യക്തിയോട് ഖബറിൽ വെച്ച് ചോദിക്കും, മൻ റബ്ബുക, നിന്റെ റബ്ബാരാണെന്ന് ചോദിക്കും. ആ മുഅ്മിനായ അടിമ പറയും, റബ്ബി അല്ലാഹ്, എന്റെ റബ്ബ് അല്ലാഹുവാണ്. വീണ്ടും ചോദിക്കും, മാ ദീനുക, നിന്റെ ദീൻ എന്താണ്? ആ മുഅ്മിനായ അടിമ പറയും, ദീനി അൽ ഇസ്ലാം, എന്റെ ദീൻ ഇസ്ലാമാണെന്ന് പറയും. എന്നിട്ട് ചോദിക്കും, മാ ഹാദർ റജുലു അല്ലദീ ബുഇസ ഫീകും, നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട വ്യക്തി ആരാണെന്ന് ചോദിക്കും. അപ്പോൾ മുഅ്മിനായ അടിമ ഖബറിൽ വെച്ച് പറയും, ഹുവ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലാണെന്ന് പറയും. വീണ്ടും ചോദിക്കും, വമാ ഇൽമുക,
എങ്ങനെയാണ് നിനക്ക് ഈ അറിവ് കിട്ടിയത്, എന്താണ് നിന്റെ ഇൽമ് എന്ന് ചോദിക്കും. അപ്പോൾ ആ വ്യക്തി പറയും ഖറഅതു കിതാബല്ലാഹ് ഫആമൻതു ബിഹി വസദ്ദഖ്തു, അല്ലാഹുവിന്റെ കിതാബ് ഞാൻ പാരായണം ചെയ്തു, ഞാനത് വിശ്വസിച്ചു, അതിനെ സത്യപ്പെടുത്തി എന്ന് പറയും. അപ്പോൾ ആകാശ ലോകത്ത് നിന്ന് വിളിച്ചു പറയപ്പെടും, ആ അടിമ അതാ സത്യപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആകാശ ലോകത്ത് നിന്ന് പറയപ്പെടും ഫഫ്രിശൂഹു മിനൽ ജന്ന, അവന് സ്വർഗ്ഗത്തിൽ നിന്നുള്ള വിരിപ്പ് അവന്റെ ഖബറിൽ വിരിക്കാൻ വേണ്ടി, വൽബിസൂ മിനൽ ജന്ന, സ്വർഗ്ഗത്തിലുള്ള വസ്ത്രങ്ങൾ അവനെ അണിയിക്കാൻ വേണ്ടി, വഫ്തഹു ലഹു ബാബൻ ഇലൽ ജന്ന, സ്വർഗ്ഗത്തിലേക്കുള്ള അവന്റെ കവാടം തുറന്നു കൊടുക്കാൻ പറയും. അങ്ങനെ അവന് സ്വർഗ്ഗം കാണാൻ പറ്റും. സ്വർഗ്ഗത്തിലെ ഗന്ധവും കാറ്റും അവനിലേക്ക് അടിച്ചു വീശും. അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ നല്ല ഭംഗിയുള്ള സുന്ദരമായ മുഖത്തോടുകൂടി ഒരാൾ അവന്റെ ഖബറിലേക്ക് എത്തും. അയാൾ പറയും അബ്ശിർ ബില്ലദീ യസുറുക ഹാദാ യൗമുകല്ലദീ കുൻത തുഅദ്, ഇതാ ഈ ദിവസമുണ്ടല്ലോ നിന്നോട് വാഗ്ദാനം ചെയ്യപ്പെട്ട സന്തോഷ വാർത്തകൾ അറിയിക്കപ്പെടുന്നതാ ഈ ദിവസമാണെന്ന് പറയും. അപ്പോൾ ഈ വ്യക്തി ചോദിക്കും, ഖബറിലെ മുഅ്മിനായ അടിമ മരണപ്പെട്ട വ്യക്തി ചോദിക്കും മൻ അൻത, നീ ആരാണ്, നല്ല ഖൈർ കൊണ്ടുവരുന്ന ഒരാളെ പോലെ ഉണ്ടല്ലോ എന്ന് ചോദിക്കും. അപ്പോൾ അയാൾ മറുപടി പറയും അന അമലുക സ്സാലിഹ്, നീ ചെയ്ത സൽക്കർമ്മങ്ങളാണ് ഞാൻ, നീ ചെയ്ത സൽക്കർമ്മങ്ങളാണ് ഞാൻ എന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ മുഅ്മിനായ അടിമ ഖബറിൽ വെച്ച് പറയും റബ്ബി അഖിമിസ്സാഅ ഹത്താ അർജിഅ ഇലാ അഹ്ലി വമാലി, അല്ലാഹുവേ എത്രയും പെട്ടെന്ന് നീ അന്ത്യനാളാക്കണമേ, എന്റെ കുടുംബത്തിലേക്കും എന്റെ സമ്പത്തിലേക്കും സുഖസൗകര്യങ്ങളിലേക്കും മടങ്ങാൻ വേണ്ടി, അഥവാ സ്വർഗ്ഗത്തിലേക്ക് എത്താൻ വേണ്ടി എത്രയും പെട്ടെന്ന് നീ അന്ത്യനാളാക്കണമേ എന്ന് മുഅ്മിനായ അടിമ പറയും. സഹോദരങ്ങളെ, സത്യവിശ്വാസിയായി അല്ലാഹുവിനനുസരിച്ച് ജീവിച്ച ഒരാളുടെ മരണമാണിത്. രണ്ടാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്ന് പറഞ്ഞു വഇന്നൽ അബ്ദൽ കാഫിർ, അള്ളാഹുവിനെ നിഷേധിച്ച് അനുസരിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം അഹങ്കരിച്ച് ജീവിച്ച ആളുകൾ അവരുടെ മരണസമയത്ത് ദുനിയാവിൽ നിന്ന് വിട്ടുപോകുന്ന പരലോകത്തേക്ക് എത്തുന്ന സമയത്തും അവരുടെ അടുക്കൽ മലക്കുകൾ വരും. എങ്ങനെയുള്ള മലക്കുകൾ എന്നോ സൂദുൽ വുജൂഹ്, ഇരുളു നിറഞ്ഞ മുഖമായിട്ടുള്ള ഭയം തോന്നുന്ന മുഖത്തോടു കൂടിയുള്ള മലക്കുകൾ അവന്റെ അടുക്കൽ മരണസമയത്ത് വന്നിരിക്കും. മാഹമുൽ മുസൂഹ്, അവരോടൊപ്പം പരുവരുത്ത മുഷിഞ്ഞ ദുർഗന്ധമുള്ള തുണിയുമുണ്ടാകും. എന്നിട്ട് മലക്കുൽ മൗത്ത് വരും. മലക്കുൽ മൗത്ത് തലഭാഗത്ത് നിന്നുകൊണ്ട് പറയും അയ്യത്തുഹൻ നഫ്സുൽ ഖബീർ, മ്ലേച്ഛമായിട്ടുള്ള വൃത്തികെട്ട ആത്മാവേ ഉഖ്റുജി ഇലാ സഖത്തിൻ മിനല്ലാഹ്, അല്ലാഹുവിന്റെ കോപത്തിലേക്ക് നീ പുറത്തു വരിക എന്ന് പറയും. നീ പുറത്തു വരിക എന്ന് പറയും. പക്ഷെ അത് പുറത്തു വരാൻ മടി കാണിക്കും, അത് തയ്യാറാവുകയില്ല. അങ്ങനെ അതിനെ വലിച്ചെടുക്കുന്ന രീതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് ഫതുഫറഖു ഫീ ജസദിഹി, അതിന്റെ ശരീരത്തിൽ നിന്ന് ആത്മാവിനെ വലിച്ചെടുക്കും. എങ്ങനെയെന്നോ ഫയൻതസിഉഹാ കമാ യുൻതസഉ അസ്സുഫൂദു മിനസ് സൂഫിൽ മബ്ലൂൽ, ഒരു പരുത്തി, നനച്ചു വെച്ചിട്ടുള്ള പരുത്തിയിൽ നിന്ന് ഒരു ഇരുമ്പ് കൊളുത്തുകളുള്ള ഒരു ദണ്ട് വലിച്ചെടുക്കുന്നത് പോലെ കീറിപ്പറിഞ്ഞ അവസ്ഥയിൽ ആ ആത്മാവിനെ മലക്കുൽ മൗത്ത് വലിച്ചെടുക്കും. എന്നിട്ടതാ ഈ വിരൂപരായിട്ടുള്ള ഭയം തോന്നുന്ന മലക്കുകളുടെ ആ ഭയം തോന്നുന്ന മുഖമുള്ള മലക്കുകളുടെ അടുക്കിലേക്ക് ആ റൂഹിനെ ഏൽപ്പിക്കും. അവർ ആ മുഷിഞ്ഞ വസ്ത്രത്തിൽ അതിനെ പൊതിയും. അങ്ങനെ ആകാശ ലോകത്തേക്ക് ഉയർന്നു പോകുമ്പോൾ മലക്കുകൾ ചോദിക്കും മാ ഹാദർ റൗഹുൽ ഖബീസ്, എന്താണ് ഈ മ്ലേച്ഛമായിട്ടുള്ളൊരു ഗന്ധം അടിക്കുന്നത്, എന്താണിത് ചോദിക്കും. മലക്കുകൾ പറയും ഫുലാൻ ഇബ്നു ഫുലാൻ, ഇന്നാലിന്റെ വ്യക്തിയാണ്. ദുനിയാവിൽ അവനെ പറയപ്പെട്ട ഏറ്റവും മ്ലേച്ഛമായ പേരുകൊണ്ട് പറയപ്പെടും. അങ്ങനെ ഒന്നാം ആകാശത്തിലേക്ക് തുറക്കാൻ ആവശ്യപ്പെടുമ്പോൾ അത് തുറക്കയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും ഉക്തുബു കിതാബഹു ഫീ സിജ്ജീൻ ഫിൽ അർദി സുഫ്ലാ, ഭൂമിയുടെ അടിത്തട്ടിലുള്ള തെമ്മാടികളായ കുഫാറുകളുടെ രേഖകൾ രേഖപ്പെടുത്തുന്ന സിജ്ജീൻ എന്ന ഗ്രന്ഥത്തിൽ അവന്റെ രേഖ രേഖപ്പെടുത്താൻ പറയും. ഫതുത്റഹു റൂഹുഹു തർഹൻ, അവന്റെ ആത്മാവിനെ വീണ്ടും അവന്റെ ശരീരത്തിലേക്ക് ആകാശത്തിൽ നിന്ന് എറിയപ്പെടുന്ന അവസ്ഥയിൽ അവന്റെ റൂഹ് അവന്റെ ശരീരത്തിലേക്ക് എത്തും. അവിടെ രണ്ട് മലക്കുകൾ വരും, അവനെ ഇരുത്തും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ചോദിക്കും മൻ റബ്ബുക, നിന്റെ റബ്ബാരാണെന്ന് ചോദിക്കും. അള്ളാഹുവിനെ നിഷേധിച്ച് ജീവിച്ച, അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിച്ച കാഫിറാണവൻ, നിഷേധിയാണവൻ. അവനോട് ചോദിക്കും മൻ റബ്ബുക, അവൻ പറയും ഹാ ഹാ ലാ അദ്രി, നിലവിളിച്ചുകൊണ്ട് പറയും എനിക്കറിയില്ല. മാ ദീനുക, എന്താണ് നിന്റെ ദീൻ, അവൻ പറയും ഹാ ഹാ ലാ അദ്രി, നിലവിളിച്ചുകൊണ്ട് പറയും ലാ അദ്രി. വീണ്ടും ചോദിക്കും ആരാണ് നിന്നിലേക്ക് നിയോഗിക്കപ്പെട്ടത്, അവൻ പറയും എനിക്കറിയില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ആകാശ ലോകത്ത് നിന്ന് പറയപ്പെടും അവൻ വിശ്വസിച്ചില്ല, അവൻ കളവ് ചെയ്തു, അവൻ വിശ്വസിച്ചില്ല എന്ന് പറയും. അങ്ങനെ ആകാശ ലോകത്ത് പറയപ്പെടും ഫഫ്രിശൂ ലഹു മിനൻ നാർ, അവന് നരകത്തിൽ നിന്നുള്ള വിരിപ്പ് വിരിക്കാൻ പറയും. ഫഫ്തഹു ലഹു ബാബൻ ഇലൻ നാർ, നരകത്തിലേക്കുള്ള കവാടങ്ങൾ അവനിലേക്ക് തുറക്കാൻ പറയും. ഫയഅതീഹി ഹർറുഹാ വസമൂമുഹാ വയുദയ്യഖു അലൈഹി ഖബ്റുഹു ഹത്താ തഖ്തലിഫ ഫീഹി അദ്ലാഉഹു, നരകത്തിൽ നിന്നുള്ള ചൂട് കാറ്റും തീയും അവന്റെ ഖബറിലേക്ക് എത്തും. അവന്റെ ഖബറിടുങ്ങും, അവന്റെ വാരിയെല്ലുകൾ കൂടി ചേരുമാറ് അവന്റെ ഖബറിടുങ്ങും. അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ വിരൂപമായിട്ടുള്ള ഭയം തോന്നുന്ന രൂപത്തിൽ മുഖമായിട്ട് ഒരാൾ വരും. അയാൾ നിനക്കുള്ള ദോഷത്തിന്റെ ദിവസം, വാഗ്ദാനം ചെയ്യപ്പെട്ട ദിവസമാണിതെന്ന് പറയും. ഇയാൾ ചോദിക്കും, കാഫിറായ അയാൾ ഖബറിൽ വെച്ച് ചോദിക്കും മൻ അൻത, നീ ആരാണ്, ഷർറ് കൊണ്ടുവരുന്നവനെ പോലെ ഉണ്ടല്ലോ നീ എന്ന് ചോദിക്കും. വന്ന വ്യക്തി പറയും അന അമലുകൽ ഖബീസ്,
നീ ചെയ്ത മ്ലേച്ഛമായ പ്രവർത്തനങ്ങളാണ്, നിന്റെ പാപങ്ങളാണ് ഞാനെന്ന് പറഞ്ഞ് ആ ഖബറിൽ കൂട്ടിനായിട്ടുണ്ടാകും. അയാൾ പറയും ആ സമയം, റബ്ബി ലാ തുഖിമിസ് സാഅ, റബ്ബേ അന്ത്യനാൾ നീ ആക്കരുതേ, അന്ത്യനാളിൽ നരകത്തിന്റെ ശിക്ഷയിലേക്ക് എത്തുന്ന അന്ത്യനാൾ നീ ആക്കരുതേ എന്ന് അയാൾ ഖബറിൽ വെച്ച് പറയും. സഹോദരങ്ങളെ, മനുഷ്യബുദ്ധിക്ക് മനസ്സിലാകാത്ത, ചിന്തിക്കാൻ സാധിക്കാത്ത, കണ്ടുപിടിക്കാൻ സാധിക്കാത്ത, ശാസ്ത്രീയമായി ഒന്നും കൊണ്ടും തെളിയിക്കാൻ സാധിക്കാത്ത മരണമെന്ന യാഥാർത്ഥ്യവും അതിനുശേഷം സംഭവിക്കുന്ന കാര്യങ്ങളും അതാ സ്വാദിഖുൽ മസ്ദൂഖായ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് വഹി ലഭിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ചിട്ടുണ്ട്. നാം അതിനൊരുങ്ങിയിട്ടുണ്ടോ? നാം അതിന് തയ്യാറാണോ? നമ്മുടെ മരണസമയത്തെക്കുറിച്ച് നാം ആലോചിച്ചിട്ടുണ്ടോ? നമ്മുടെ അടുക്കൽ മലക്കുകൾ വന്നെത്തുന്ന നമ്മുടെ റൂഹുമായി പോകുന്ന സന്ദർഭം നാം ആലോചിച്ചിട്ടുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല വിശിഷ്ടമായ സ്വർഗീയ കഫൻതുണിയിൽ പൊതിയുന്ന റൂഹായി നമ്മെ മാറ്റുമാറാകട്ടെ. ഇലീനിൽ രേഖപ്പെടുത്തുന്ന ആളുകളിൽ നമ്മെ ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, മരണം അത് നമുക്കൊരിക്കലും തടയാൻ സാധിക്കാത്ത, എന്നായിരുന്നാലും നമ്മിലേക്ക് വന്നെത്തേണ്ട ഒരു കാര്യമാണ്. അത് തീരുമാനിക്കപ്പെട്ടിട്ടുള്ളതാണ്. നമ്മുടെ മരണ ദിവസവും സമയവും അത് നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ രണ്ട് മരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ചിരിക്കെ എങ്ങനെയാണ് നമുക്ക് അല്ലാഹുവിനെ ധിക്കരിച്ച് ജീവിക്കാൻ സാധിക്കുക? അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ അനുസരിക്കാതെ ജീവിക്കാൻ സാധിക്കുക? അള്ളാഹുവിനെ നിഷേധിക്കാൻ സാധിക്കുക? അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിലേക്ക് മടങ്ങുക. നമ്മുടെ പാപങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങുക. നമ്മുടെ ഈമാൻ ദൃഢമാക്കുന്ന സൽക്കർമ്മങ്ങളിൽ മുന്നേറുക. നോക്കൂ, കുഫാറുകളായ, വാലിമീങ്ങളായ, തെമ്മാടികളായി ജീവിച്ച ആളുകൾ, ശിർക്കിലും കുഫറിലും ബിദ്അത്തിലും മാഅസിയത്തിലുമായി ജീവിച്ച ആളുകൾ, അവരുടെ മരണത്തെ പറ്റി അല്ലാഹു തആല പറഞ്ഞ വാക്ക് വലൗ തറാ ഇദ് ളാലിമൂന ഫീ ഗമറാത്തിൽ മൗത്ത്. നബിയെ, താങ്കളെങ്ങാനും കണ്ടിരുന്നെങ്കിൽ, ദുൽമ ചെയ്ത് ജീവിച്ച ആളുകൾ അവരുടെ മരണപ്രാളത്തിൽ താങ്കളെങ്ങാനും കണ്ടിരുന്നെങ്കിൽ, വൽ മലായികതു ബാസുതു ഐദീഹിം അഖ്രിജു അൻഫുസകും, മലക്കുകൾ അവരുടെ നേരെ കൈകൾ നീട്ടും. നിങ്ങളുടെ ആത്മാക്കളെ നിങ്ങൾ പുറന്തള്ളുക എന്ന് പറഞ്ഞുകൊണ്ട് കൈകൾ നീട്ടും. എന്നിട്ട് പറയുകയാണ്, അൽ യൗമ തുജ്സൗന അദാബൽ ഹൂനി ബിമാ കുൻതും തഖൂലൂന അലല്ലാഹി ഗൈറൽ ഹഖ്. അല്ലാഹുവിന്റെ മേലെ ഹഖല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞതിന്റെ പേരിൽ അതാ നിങ്ങൾക്ക് അതിനുള്ള പ്രതിഫലം നൽകപ്പെടുന്ന, നിന്ദ്യമായ ശിക്ഷ നൽകപ്പെടുന്ന ദിവസമാണിത്. വകുൻതും അലാ ആയാതിഹി തസ്തക്ബിറൂൻ, നിങ്ങൾ അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾക്കെതിരെ അഹങ്കാരം കാണിക്കുന്ന ആളുകളുമായിരുന്നല്ലോ എന്ന് പറയും. സഹോദരങ്ങളെ, ഇതാണ് അല്ലാഹുവിനെ നിഷേധിച്ച് ജീവിച്ചാലുള്ള അവസ്ഥ. മറ്റൊരായത്തിൽ അല്ലാഹു പറയുകയുണ്ടായി, ദാലിക ബിമാ ഖദ്ദമത് ഐദീകും വഅന്ന അല്ലാഹ ലൈസ ബിളല്ലാമിൻ ലിൽ അബീദ്. അതെ, ഈ കുഫാറുകൾ അവർ ചെയ്ത, അവരുടെ കൈകൊണ്ട് പ്രവർത്തിച്ച, അള്ളാഹുവിനോട് അനുസരണക്കേട് നിഷേധിച്ച ആളുകൾ അവരുടെ കൈകൊണ്ട് പ്രവർത്തിച്ചതിന്റെ ഫലമാണ് അവർക്ക് അനുഭവിക്കേണ്ടി വരിക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും അവന്റെ അടിമകളോട് ദുൽമ ചെയ്യുകയില്ല എന്ന് അല്ലാഹു തആല പറയുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നാം നമ്മുടെ അവസ്ഥയെ ചിന്തിക്കുക, മാറ്റത്തിലേക്ക് ഒരുങ്ങുക, മരണത്തെക്കുറിച്ച് ആലോചിക്കുക, മരണത്തിന് ശേഷമുള്ള ലോകത്തിന് വേണ്ടി തയ്യാറാവുക. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ.